ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിന്ദൂസ് കിച്ചൺ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്പൈസി ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന് കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 4 വെളുത്തുള്ളി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉപ്പും കുരുമുളകും ചേർത്ത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു 300 ഗ്രാം ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ കൈവച്ചൊന്ന് ചിതറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കോഴിമുട്ട ഉപ്പ് ചേർത്തൊന്ന് വറുത്തെടുത്തതാണ്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പത്തിരിയൊക്കെ ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരുപോലെയുള്ള ചെറിയ ബോൾസാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഈ ഒരു സൈസിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. എല്ലാ ബോൾസും നമ്മളിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പത്തിരി എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മൈദ വിതറി കൊടുക്കുകയാണ്. ഇനി മറ്റൊരു പത്തിരി എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിന് മുകളിലായിട്ട് വീണ്ടും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി കൂടി നമ്മൾ ഇതിന് മുകളിലായിട്ട് വിതറി കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു 5 ലെയറായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. മാക്സിമം തിന്നായിട്ട് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഓരോ ലെയറും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കൊരു 4 കോഴിമുട്ട ഒരു ജാറിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും, ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പത്തിരി എടുത്തിട്ട് നമ്മുടെ മുട്ടയുടെയും പാലിൻ്റെയും മിക്സിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പാനിലോട്ട് വെച്ച് കൊടുക്കാം. പാനിൽ ഞാൻ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത്യാവശ്യം കട്ടി തന്നെ വേണം നമുക്കിത് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിന് മുകളിലായിട്ട് അടുത്ത പത്തിരി കൂടെ നമുക്കിങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിന് മുകളിലായിട്ട് കോഴിമുട്ട വറുത്തെടുത്തതാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. സെക്കൻഡ് ലെയറായിട്ട് കോഴിമുട്ടയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും നമുക്ക് 3ാമത്തെ ലെയർ കൂടി വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. 4ാമത്തെ പത്തിരിയും നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം.
ഇതിന് മുകളിലായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള കോഴിമുട്ട നൈസായിട്ട് കട്ട് ചെയ്തതാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് മാത്രം നമുക്കൊരു ലെയറാക്കി എടുക്കാം. പക്ഷേ ഞാനിതിന് മുകളിലായിട്ട് കുറച്ച് ചിക്കൻ ഫില്ലും കൂടി വെച്ച് കൊടുക്കുകയാണ്. കാരണം 4 ലെയറായിട്ടാണ് നമ്മളിനി ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്നത്. ഇനി ഇതിന് മുകളിൽ ലാസ്റ്റ് പത്തിരി കൂടി നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ബാക്കി വന്ന കോഴിമുട്ടയുടെയും പാലിൻ്റെയും മിക്സിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പത്തിരിയുടെ സൈഡിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫില്ലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയുള്ളത് നമുക്ക് നമ്മുടെ പത്തിരിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പാൻ ഒരു ദോശക്കല്ലിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ദോശക്കല്ലിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മുടെ പാൻ അടുപ്പിൽ വെക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമുക്കിതിങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ദോശക്കല്ലിൽ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള സ്പെഷ്യൽ ചട്ടിപ്പത്തിരിയാണിത്. എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.